നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവ കഥ തന്നെയാണ്. ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായി, വാസ്തുപരമായി അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ, പ്രേതങ്ങൾ കയറാറുണ്ട്. അങ്ങനെ കയറാൻ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായി, വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രേത കഥകൾ അല്ലെങ്കിൽ പ്രേത അനുഭവങ്ങൾ എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അത് നേരിട്ട് അനുഭവിക്കുമ്പോൾ വരുന്ന ചില മാനസിക പ്രശ്നങ്ങൾ, അതിനേക്കാൾ ഉപരി ഇതൊന്നും ഇല്ല എന്ന് പലരും പറയും. അതായത് വിശ്വസിക്കുന്നവർ പോലും പേടിച്ചിട്ട് പുറത്ത് പറയും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. അതായത് അങ്ങനെയൊന്നും ഇല്ല എന്ന് വന്നാൽ പേടി മാറുമെങ്കിലോ എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ഉദ്ദേശം. അങ്ങനെ തന്നെയാണ്. എനിക്കൊരുപാട് അങ്ങനെയുള്ള ആൾക്കാരായിട്ട് പരിചയമുണ്ട്. അപ്പം അവർക്കിത് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പേടി കൂടും. അതുകൊണ്ട് ഇല്ല എന്ന് സ്വയം മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന സ്വഭാവം, അത് ശരിക്കും അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇത് പ്രേത അനുഭവങ്ങൾ പലരുടെയും ശരീരത്തിൽ വന്നിട്ട് കാണിക്കുന്ന ഈ വിക്രിയകളാണെന്ന് പറയാം. സാധാരണ ഒരു മനുഷ്യൻ കാണിക്കാത്ത പലവിധ ചേഷ്ടകളും കോപ്രായങ്ങളും ഒക്കെയാണ് അവർ കാണിക്കുന്നത്. നമുക്കൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. സ്വാഭാവികമായിട്ട് സ്വബോധത്തോടുള്ള ഒരു മനുഷ്യനും കാണിക്കാത്ത ചില പ്രവൃത്തികൾ ബോധമുള്ളവരാരും കാണിക്കില്ല. അപ്പം അബോധാവസ്ഥയിൽ കാണിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. അപ്പൊ അബോധാവസ്ഥയ്ക്ക് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് മറ്റൊരു ആത്മാവിന്റെ അല്ലെങ്കിൽ മറ്റൊരു പവർ നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ആ പവർ നമ്മുടെ നിയന്ത്രണം, നമ്മുടെ ചിന്താശക്തിയെയും നമ്മുടെ പ്രവൃത്തികളെയും നിയന്ത്രണം അത് ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ നിയന്ത്രിച്ചിട്ട് പോലും സ്വയം അങ്ങനെ ചെയ്യരുത് എന്ന് ആഗ്രഹിച്ചിട്ട് പോലും നമ്മൾ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് സാധാരണ ആൾക്കാർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇത് ഞാൻ പരിഹരിച്ചത് ഇപ്പോഴൊന്നുമല്ല. 1998-ലോ 99-ലോ ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തിരുവനന്തപുരം ഭാഗത്ത് തന്നെയാണ്, തിരുവനന്തപുരത്ത് പാലോട് ഭാഗത്ത് തന്നെയാണ് ഈ ഒരു സംഭവം. ആ ഭാഗത്ത് എവിടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ ഇതിപ്പോൾ ഞാനിത് ചെയ്യാൻ കാര്യം, ഇതിന് സമാനമായിട്ടൊരു വിഷയം ഇപ്പോൾ ഞാൻ ഒരു ഡൽഹിയിൽ ഇത് കണക്കൊരു പൂജ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ പോകുമ്പോഴത്തേക്ക് ഇത് കണക്കൊരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു അനുഭവം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, ഇതിനേക്കാളും അതായത് മുൻപ് ഞാൻ ചെയ്തതിനേക്കാളും കുറച്ചുകൂടി ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. അപ്പം ആ വിഷയത്തെക്കുറിച്ച് ഞാൻ അവസാനം ഒന്ന് സൂചന തരാം. അത് ചെയ്യാൻ പറ്റിയാൽ ചെയ്തതിന് ശേഷം ഞാൻ ആ വീഡിയോ അവതരിപ്പിക്കാം. ഇതിപ്പോൾ ഞാൻ പറയാം, ഞാൻ ഇത് 98-ലോ 99-ലോ ആണ്. തിരുവനന്തപുരം നമ്മുടെ നെടുവങ്ങാട് പാലോട് ഭാഗത്ത് എവിടെയാണ് അതിൻ്റെ ഒരു കൃത്യമായിട്ട് ലൊക്കേഷൻ ഓർമ്മിക്കുന്നില്ല. വർഷങ്ങളായതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് സ്ഥലം ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ സ്ഥലമൊന്നും പേരൊന്നും പറയാറില്ല. ഇത് സംഭവിച്ചത് അന്നൊരു 28-30 വയസ്സ് വരും ഒരു പെൺകുട്ടി, ഒരമ്മ എൻ്റെ അടുത്ത് വരികയാണ്. പെൺകുട്ടി കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് ആ പെൺകുട്ടിയിലൊരു ബാധ കയറി. 3 വർഷമായി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവരെവിടേക്കോ കൊണ്ടുപോയി, ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയിട്ടൊന്നും ഇത് മാറുന്നില്ല. ബാധ എന്ന് വെച്ചാൽ ശരീരത്ത് വന്ന് ഒരുപാട്, അതായത് മനുഷ്യൻ കാണിക്കാത്ത പല പ്രവൃത്തികളും കാണിക്കുന്നു. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല അങ്ങനെയുള്ള വിഷയങ്ങൾ. അപ്പം പ്രേതമുണ്ട് ശരീരത്തിൽ, അത് വരാറുണ്ട്. ഈ കുട്ടി ഉപദ്രവിക്കാറുണ്ട്. 29-30 വയസ്സായി, ഇതൊരു വിവാഹം കഴിക്കാൻ പറ്റിയിട്ടില്ല. വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നില്ല ഈ പ്രേതം. ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. വീട്ടുകാർ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ബുദ്ധിമുട്ട് തന്നെ. അവരങ്ങ് വശം കെട്ടു, ആ അച്ഛനും അമ്മയും. അങ്ങനെയാണ് പലയിടത്തും പോയിട്ട് അവസാനം എൻ്റെ അടുത്ത് ഈ കേസ് എത്തുന്നത്. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു, ഈ പ്രേതം എങ്ങനെ ഈ പെൺകുട്ടികളെ പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വിശേഷമായിട്ടുള്ള കാര്യം. അതാണ് ഞാൻ ആ ഒരു സംഭവമാണ് ഈ നമുക്ക് വിശ്വസിക്കാൻ, ഈ സംഭവം കേട്ടാൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതിനൊരു കാരണം അതാണ്. പ്രേതങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കാണിക്കുന്ന ചില രീതികളുണ്ട്. അത് പല കേസുകളും ഏകദേശം സമാനമായിരിക്കും. ഇതും അത് തന്നെയാണ്. പക്ഷെ ഇത് പ്രേതം നമ്മളിലേക്ക് പ്രവേശിക്കുന്ന, നമ്മളെ പിടിക്കുന്ന രീതികൾ അതും ഏകദേശമൊക്കെ സമാനമായിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് വളരെ വ്യത്യസ്തമായതാണ്. ഇത് സംഭവിച്ചത് ഈ പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരുടെ കല്യാണത്തിന് ഇവര് ഈ അമ്മയും മകളും മാത്രമായിട്ട് കല്യാണത്തിന്റെ തലേ ദിവസത്തെ ഈ പാർട്ടി പങ്കെടുക്കാൻ വേണ്ടി ഇവർ പോവുകയാണ്.
കുറച്ച് ഉൾപ്രദേശമാണ്. അപ്പം പ്രൈവറ്റ് ബസ്സൊക്കെ അങ്ങനെ എന്തൊക്കെയാണ് അവിടെ സംവിധാനങ്ങളുള്ളൂ. വലിയ യാത്രാ സംവിധാനങ്ങളൊന്നും വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അങ്ങനെ ഇവരവിടെ പോയി പാർട്ടിയിലൊക്കെ പങ്കെടുത്തു. അപ്പം ഇവരോടൊപ്പം പഠിച്ച ഒരു പെൺകുട്ടിയാണ്. അപ്പം ആ കൂട്ടുകാരികൾ കുറേ പേരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അവരവിടെ ഇരുന്ന് കുറച്ചു നേരമൊക്കെ സംസാരിച്ചു. തിരിച്ച് പോകുന്നതിനെ കുറിച്ച് ഇവരധികം ചിന്തിച്ചില്ല, സംസാരിച്ചു. അപ്പം ഏകദേശം ഇങ്ങനെ ഒന്ന് സന്ധ്യ കഴിഞ്ഞ സമയത്തിനായപ്പോഴത്തേക്കിന് പെട്ടെന്ന് ഇവർക്ക് ഇറങ്ങണമെന്ന് തോന്നി. അങ്ങനെ ആരോ പറഞ്ഞു അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞ ഒരു ബസ്സുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ബസ് ആ റൂട്ടിനില്ല, ആ ബസ്സിൽ പോകണം, ഇല്ലെങ്കിൽ ഓട്ടോ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞത് കാരണം ഇവരവിടെ നിന്ന് ഇറങ്ങി. അവരവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവരോടൊപ്പം ആ കല്യാണത്തിൽ പങ്കെടുക്കാവുന്ന പലരും മുന്നിലൊക്കെ പോകുന്നുണ്ട്. ഇവരങ്ങനെ നടന്നു പോയി. മുന്നിൽ പോയതൊക്കെ അവർ അടുത്ത് ഉള്ളവരാണ്. അവരവരുടെ വീടുകളിൽ കയറി പിന്നെ അങ്ങോട്ടൊക്കെ അവർ വഴി തിരിഞ്ഞു പോയി. എന്തായാലും കുറച്ച് നടന്നങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇവരുടെ മുന്നിലും പിന്നിലൊന്നും ആരുമില്ല. വന്നവരെല്ലാം മറ്റു വഴികളിൽ കൂടിയോ അവരുടെ വീടുകളിലൊക്കെ എങ്ങോട്ടൊക്കെ അവരങ്ങ് പോയി. അപ്പോൾ കുറച്ച് ഇവർക്കൊരു പേടി ഉണ്ടായി തുടങ്ങി. അപ്പം ഇവർക്ക് എങ്ങനെയോ വഴി തെറ്റി, എങ്ങനെയാണെന്ന് അറിയില്ല. ഇവരങ്ങനെ കുറച്ചു ദൂരം നടന്നു പോയിട്ട് ഇങ്ങോട്ട് വന്ന വഴി ഒന്നും അല്ല ഇവർ പോകുന്നത്. എന്തോ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ, തെറ്റായ വഴികൾ കൂടി പോകുന്നുണ്ടോ എന്നൊരു സംശയം ഇവർക്ക് ഇങ്ങനെ ഉള്ളിൽ തോന്നി. ഇവരെത്ര നടന്നിട്ടും ഇവർ ഉദ്ദേശിച്ച, അതായത് അധികം ഒന്നും വന്നിട്ടില്ല, ചോദിച്ചു പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ തിരിച്ച് ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് പോയത്. പക്ഷെ ഇവര് വേറെ ഏതൊക്കെ ഭാഗത്തേക്ക് പോകുന്നു. അങ്ങനെ ഇവർക്ക് ശരിയെന്ന് തോന്നിയ ഒരു വഴിയിൽ കൂടി ഇവർ നടന്നു. അങ്ങനെ നടന്നു പോകുന്നു. ഒരു സ്ത്രീ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? അപ്പോൾ പറഞ്ഞു, എൻ്റെ കല്യാണ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ വരികയാണ്. അപ്പോൾ പറഞ്ഞ്, ഇപ്പം നിങ്ങൾ പോകുന്ന വഴി കൂടെ പോകരുത്, അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ശ്മശാനമുണ്ട്, അവിടെ ഒരുപാട് ഈ രാത്രി നടന്നു പോകുന്നവരെ പേടിപ്പിക്കുന്ന വിഷയങ്ങൾ, അതായത് പ്രേതബാധകളൊക്കെ ഉള്ള സ്ഥലമാണ്, ശ്മശാനമാണ്, ശവങ്ങൾ അടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ അതുവഴിക്ക് പോകണ്ട, ഞാൻ വഴി കാണിച്ചു തരാം, ഞാനും ആ വഴിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ അവരെ കൊണ്ട് മറ്റൊരു വഴിയിൽ കൂടി ഇങ്ങനെ പോയി. അപ്പം ഇവർ അപ്പോൾ ചിന്തിക്കുന്നില്ല ഇത് രാത്രിയാണ്, ഈ സ്ത്രീ എവിടെ നിന്ന് വന്നെന്നോ, ഇത് ആരാണെന്നോ, അല്ലെങ്കിൽ ഈ സമയത്തിന് ഈ സ്ത്രീ എങ്ങനെ വന്നു ഒന്നും ചിന്തിക്കുന്നു. ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ അമ്മയ്ക്കും മകൾ മാത്രമേ ഉള്ളൂ, ഇവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അപ്പൊ ഇവർക്ക് വഴി അറിയില്ല, ഇവരൊരു ഉദ്ദേശം വെച്ചിട്ടാണ് നടന്നു പോകുന്നത്. അപ്പൊ മറ്റൊരാൾ വന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ആ സ്ത്രീയുടെ പുറകെ ഇവർ പോവുകയാണ്. ഇവരിങ്ങനെ നടന്ന് കുറേ ദൂരം പോയി. അങ്ങനെ പോയപ്പോൾ ഇവർക്കറിയില്ല, ഒരു ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇവരടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എവിടെ പോകുന്നു? ഇവർ ഞങ്ങളിങ്ങനെ ഇന്നൊരു വീട്ടിലെ കല്യാണത്തിന് വന്നതാണ്. അപ്പോൾ ആ വീട് പറഞ്ഞപ്പോൾ ഈ വന്ന ആൾക്കാർക്ക് മനസ്സിലായി. എന്നിട്ട് ഇപ്പം ഈ വഴിക്ക് നിങ്ങൾ എവിടെ പോകുന്നു? അത് ഞങ്ങൾ ബസ് കയറാൻ പോവുകയാണ്. അയ്യോ, അതിന് ഈ വഴിയല്ലോ ബസ് കയറാൻ പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് ഒരു സംശയം. അപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങൾ വേറൊരു തെറ്റായ വഴി കൂടി പോയപ്പോഴത്തെ ഈ സ്ത്രീയാണ് ഞങ്ങളെ വിളിച്ച് ഈ വഴിക്ക് കൊണ്ടുവന്ന് വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിക്കുന്നത് ഏത് സ്ത്രീയാണ്, ആര് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ കൂടെ വന്ന സ്ത്രീയെ കാണാനില്ല. ഇവർ ഭയന്നു പോയി. അപ്പോഴാണ് വന്ന ചെറുപ്പക്കാർ പറയുന്നത്, ഇത് ഇപ്പോൾ ഇവർ പോകുന്നു. അപ്പം പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളൊരു വഴി കൊണ്ടുവന്നപ്പോൾ ആ വഴി പോയാൽ അവിടെ ഒരു ശ്മശാനം ഉണ്ടെന്നും അവിടെ ഇങ്ങനെ പ്രേതങ്ങളുടെ ശല്യം ഉണ്ടെന്നും അതുവഴി പോകരുത്, അതുകൊണ്ട് ഈ വഴിക്ക് പോകാം എന്ന് പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ചെറുപ്പക്കാർ പറയുന്നത്, ആ പ്രേതങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ശ്മശാന ഭൂമി എന്ന് പറഞ്ഞ് ആ വഴിയിൽ കൂടിയാണ് നിങ്ങൾ വരുന്നത്. ഇതുപോലുള്ള അനുഭവങ്ങൾ അവിടെ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്തതിന്റെ വഴി തെറ്റിച്ച് പറഞ്ഞു കൊണ്ടുപോകുന്ന, പ്രത്യക്ഷത്തിൽ വന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്ന സംഭവങ്ങൾ എനിക്കും അത് കേട്ടപ്പോൾ ആദ്യം വിശ്വസിക്കാനൊന്നും പറ്റിയില്ല. കാര്യം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രേതങ്ങൾക്ക് രൂപമില്ലാതെ അങ്ങനെയൊന്നും പറ്റില്ല, അങ്ങനെയൊന്നും വരില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ മുന്നിൽ വന്നൊരു നമുക്ക് തീർത്തും അവഗണിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഇങ്ങനെ പറഞ്ഞു, ഈ അമ്മയും മകളും നന്നായി പേടിച്ചു. ഈ വന്നുനിന്ന ചെറുപ്പക്കാര് അവർക്കൊരു കഷ്ടം തോന്നിയിട്ട് അതിൽ ഒരാൾക്കൊരു ഓട്ടോറിക്ഷ ഉണ്ട്. അയാൾ അവിടെ നിർത്തിയിട്ട് കുറച്ചപ്പുറമാണ്, അയാൾ പോയി ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് വന്ന് ഈ അമ്മയും മകളെയും കയറ്റി തിരിച്ച് ഇവരുടെ വീട് വരെ ആ പയ്യൻ കൊണ്ട് വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. പൈസ ഒന്നും വാങ്ങിച്ചില്ല. ഈ വന്ന ചെറുപ്പക്കാർക്ക് മനസ്സിലായത് വന്ന അപകടത്തിലേക്കാണ് പോയത്. അപ്പൊ ഇവര് വിളിച്ചു കൊണ്ടുവന്ന ആ സ്ത്രീ ആരാണ്? ഈ ചിന്തയിൽ എല്ലാം കൂടി പിറ്റേന്ന് ഇങ്ങനെ ഇവര് വിഷമിച്ചിരിക്കുമ്പോൾ ഈ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാണ്. അമ്മ ഇങ്ങനെ ഈ വീട്ടിന്റെ മുൻഭാഗത്ത് നിന്നിട്ട് ഒരു റോഡിന്റെ ഒരു സൈഡിലാണ് ഒരു വീട്, തൊട്ട് അടുത്തുള്ളൊരു വീട്ടിലെ സ്ത്രീയായിട്ട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മകൾ അകത്തിരിക്കുകയാണ്. അകത്ത് മുറിയിലൂടെയാണ്. അകത്തുനിന്ന് ഒരു നിലവിളിയും ഒച്ചയും ബഹളം കേൾക്കുന്നു. ഇവർ രണ്ടുപേരും കൂടി ഓടി വീട്ടിനകത്ത് ചെല്ലുമ്പോൾ ഈ മകൾ മുടിയെല്ലാം പിരുത്തിട്ട് അകത്തിരുന്ന് ഇങ്ങനെ അലർച്ചിരിക്കുകയാണ്.
ഓടി വന്നു. അപ്പം തൊട്ടടുത്ത് വന്നു വിളയിൽ ഇങ്ങനെ ഒന്ന് കൂലിപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അവരെല്ലാവരും ഓടി വന്നു. അപ്പോൾ ഈ പെൺകുട്ടി അങ്ങ് മുടിയെല്ലാം കൊണ്ട് പിരുത്തിട്ട് ആളൊക്കെ അങ്ങോട്ട്, അല്ല ഒരു വെളുത്ത പെൺകുട്ടിയാണ്, ആളെല്ലാം അങ്ങോട്ട് മാറി കണ്ണെല്ലാം അങ്ങ് തള്ളി വല്ലാത്തൊരു രൂപത്തിൽ നിന്ന് ചിരിക്കുകയാണ്. അതായത് ഞാൻ ജയിച്ചു, എനിക്ക് ഈ ശരീരം കിട്ടി, ഇനി ഞാൻ ഈ ശരീരം കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് ഇത് കിടന്നങ്ങ് അട്ടഹസിക്കുകയാണ്. അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ഈ ബാധ കയറുന്നത്. അപ്പോൾ ഈ ബാധ കയറുന്നതിനെ കുറിച്ച് ഒരുപാട് വിധം ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു വല്ലാത്ത രീതിയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിന് ഇത്ര ഡെപ്ത് അല്ലാത്ത വിധത്തിൽ, കഠിനമല്ലാത്ത വിധത്തിൽ വേറെ പലതും ഉണ്ടായിട്ടുണ്ട്, രൂപം കാണുന്നതൊക്കെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി, ഒരിടത്ത് കൊണ്ടുപോയിട്ടും ഇതിനെ ഒഴിവാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല, അത് ഒഴിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് കൂടുതൽ ഈ പെൺകുട്ടിയെ ബുദ്ധിമുട്ടി. അങ്ങനെ ഒരു 26-27 വയസ്സിൽ കിട്ടിയ സംഭവം 3 വർഷത്തോളം ഇതിങ്ങനെ കൊണ്ടു നടന്നു. എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ കുട്ടി അങ്ങ് വല്ലാത്തൊരു മാനസികാവസ്ഥ, ഇതാരുടെയും മുഖത്ത് നോക്കൂല. എൻ്റെ മുന്നിൽ വന്നിരുന്നപ്പോൾ ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ പോലും മുഖത്ത് നോക്കാതെ കുനിഞ്ഞിരുന്ന് മറുപടി പറയുന്നു. വല്ലാത്തൊരു ഒരു ഭീകര ജീവിയെ കാണുന്നത് പോലെയാണ് നമ്മൾ ആ കുട്ടിയെ കാണേണ്ടത്. അത്ര ഇതായിപ്പോ മുടിയൊക്കെ അങ്ങ് പിരുത്തിട്ട് ഈ മുടിയൊന്നും കെട്ടിവെക്കില്ല, അങ്ങനെയൊക്കെ ഒരുമാതിരി ജട പിടിച്ച് ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയും, ഈ സ്ഥിരമായി പല്ലൊന്നും തേക്കാതെ പല്ലിനകത്ത് അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തില്. ഇതിനിടയ്ക്ക് ഈ പെൺകുട്ടി ജോലിക്കുന്ന സ്ഥലത്തുള്ള അയാള് ഇതറിഞ്ഞിട്ട് വന്നിട്ട് അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്ന ഭാഗമായിട്ട് അങ്ങനെയും കുറെ പൈസയും സമയമൊക്കെ അവർ കളഞ്ഞു. അതൊക്കെ അവരാണ് നോക്കിയത്. എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. അങ്ങനെയാണ് എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഈ കേസ് എൻ്റെ അടുത്ത് വരുന്നത്. ഇത് കേട്ടു. അപ്പം ഇത് നമുക്ക് പ്രത്യേകിച്ച് നോക്കി കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ പറയുന്നുണ്ട് ഇങ്ങനെയാണെന്ന്, പലയിടത്തും പോയി. അങ്ങനെ ഞാൻ ചാർത്തുമല്ല വാങ്ങിച്ച് നോക്കിയതിന് ശേഷം അപ്പം നോക്കുമ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രേതം ഒരു ശരീരത്തിൽ കയറാൻ കാണിച്ച ഒരു രീതി, അതൊന്നും ഇത്രയൊന്നും കഠിനമായിട്ടൊന്നും ഞാനും കേട്ടില്ല. അപ്പൊ എനിക്കും ഇത് ഒരു ആദ്യ അനുഭവമാണ്. കാരണം ഇതിൻ്റെ ഒരു പവർ ഒരു ശരീരത്തിലേക്ക് കയറുമ്പോൾ അതൊരു പവറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ പവർ അനുസരിച്ചിട്ട് നമുക്കിതിനെ ഒരു പരിധിക്കുള്ളിൽ വരുന്നതാണെങ്കിൽ നമുക്കിതിനെ നിസ്സാരമായിട്ട് മാറ്റിക്കളയാം. അത് കഴിഞ്ഞ് വന്നാൽ മാത്രമാണ് കുറച്ച് കടുപ്പമായിട്ടുള്ള ചെയ്യേണ്ടത്. ഇത് അതിലും കടന്നുപോയി. അന്നുവരെയും ഇത്രയും ശക്തിയായി നിൽക്കുന്ന ഒന്നിനെ ഞാൻ ഒഴിപ്പിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. എൻ്റെ ഗുരുക്കന്മാരൊന്നും ഇങ്ങനെ ഈ പ്രത്യക്ഷത്തിൽ ഒരു രൂപം വന്ന് കണ്ട് തൊട്ടടുത്ത ദിവസം 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ശരീരത്തിൽ വന്ന് ഇങ്ങനെ അട്ടഹസിക്കുക, കണ്ണു തള്ളിക്കുക, മുടി വലിച്ചു പിരിക്കുക, ഇങ്ങനെ ഒരു അവസ്ഥയിലൊന്നും വന്നിട്ട് കണ്ടിട്ട്. അപ്പൊ ഇത് എന്തുമാത്രം ശക്തിയുള്ളതായിരിക്കണം. നമ്മൾ ഇതുവരെ ഇതിനെക്കുറിച്ചുള്ള കേട്ടറിവ് പോലും ഇല്ല. അങ്ങനെ ഇതിനെ ആദ്യം ഞാൻ ഒഴിപ്പിക്കാനൊന്നും തയ്യാറായില്ല. കാര്യം വെച്ചാൽ ഒഴിപ്പിച്ചാൽ നടക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ വേറെ ഒരു മാർഗമേ ഉള്ളൂ, ഇതിന്റെ ശക്തിയെ കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ചോറ്റാനിക്കര പോലുള്ള പല ക്ഷേത്രങ്ങളിലും 1-2 മാസം ഇവരെ പറഞ്ഞു വിട്ടു. അവര് പക്ഷെ അതിന് തയ്യാറായി. അവരും അവരുടെ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരടുത്തുള്ള സത്യം പറഞ്ഞു, നമുക്കിതിനെ ഒഴിപ്പിക്കാൻ ഇത്ര നാളും വിജയിക്കാതെ പോയതും ഈ ഒഴിപ്പിച്ചവരുടെ കഴിവുകേടല്ല, ഇതിൻ്റെ കഴിവ് കൂടുതലാണ്. ഇതിന് സാധാരണ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ എത്ര മന്ത്രതന്ത്രങ്ങൾ പഠിച്ചാൽ പോലും അതിനേക്കാളുമൊക്കെ ഉപരിയായി നിൽക്കുന്ന ഒരു ശക്തി അതിൻ്റെ മുന്നിലുണ്ട്. അപ്പം ഇതിനെ മനുഷ്യനായി ജനിച്ച ഒരാൾക്കും ഈ ശക്തിയെ കുറയ്ക്കാൻ സാധിക്കില്ല. നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റുന്ന ആ ഒരു തലത്തിലേക്ക് ആ ശക്തി എത്തിയാൽ പിന്നെ നമുക്ക് അതിനെ ഒഴിവാക്കാം. പക്ഷെ ഈ തലത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനായി ജനിച്ച ആർക്കും സാധിക്കില്ല, അതിനൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇവരെ ഈ ക്ഷേത്രങ്ങൾ, ഇതുപോലുള്ള ബാധാദോഷങ്ങൾ ഒഴിവാക്കുന്ന ക്ഷേത്രങ്ങളിൽ, അതിലാദ്യം ഞാൻ ചോറ്റാനിക്കര തന്നെ പറഞ്ഞിട്ടു. ചോറ്റാനിക്കര കീഴ്ക്കാവില് 12 ഗുരുതി പാത്രത്തിൽ ഗുരുതി കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. ആ ഗുരുതി പൂജയിൽ പങ്കെടുത്താൽ പൂർണ്ണമായും, എല്ലാ കേസും ഒന്നല്ല, ഇതുപോലുള്ള കേസുകൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോകില്ല, പക്ഷേ അതിന്റെ ശക്തിയെ ഒരു മനുഷ്യന് മാന്ത്രികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് എത്തിക്കുവാൻ ദേവതകൾക്ക് സാധിക്കും, അല്ലെങ്കിൽ അവർ നമ്മളെ സഹായിക്കും. അതിനുശേഷം മാത്രമേ നമുക്ക് ആളാകാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ പറഞ്ഞു വിട്ടു, കൊടുങ്ങല്ലൂര് പറഞ്ഞു വിട്ടു. അങ്ങനെ വേറെ കുറേ ക്ഷേത്രങ്ങളിൽ 2-3 മാസത്തോളം ഇവരെ പറഞ്ഞു വിട്ട് ദർശനം നടത്തി. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇവര് എൻ്റെ അടുത്ത് വരും. വരുമ്പോഴത്തേക്ക് പിന്നീട് ലക്ഷണം മാറിയത് പെൺകുട്ടി പിന്നെ മുഖത്ത് നോക്കി സംസാരിച്ചു തുടങ്ങി. അവൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞു തുടങ്ങി. ഇതെങ്ങനെയാണ് ശരീരത്ത് വരുന്നതെന്നും
വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവം, ഇതൊക്കെ പറഞ്ഞു. ആദ്യം ഇതൊന്നും പറയില്ല. അതായത് മുന്നിലിരിക്കുന്ന സംസാരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക എൻ്റെ മുഖത്ത് പോലും നോക്കാറില്ല, അമ്മയുടെ മുഖത്ത് നോക്കാറില്ല, മനുഷ്യന്റെ മുഖത്തെ നോക്കില്ല. അവസാനം ഇതിങ്ങനെ എല്ലാവരുടെ മുഖത്തൊക്കെ നോക്കിക്കഴിഞ്ഞു, സംസാരിച്ചു തുടങ്ങി. പിന്നീട് അതിന്റെ കരച്ചിൽ വന്നു. ഈ ഒരു അവസ്ഥയായി പോയല്ലോ, എനിക്ക് രക്ഷപ്പെടണമല്ലോ എന്നുള്ള ചിന്ത, ഇതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഇതൊന്നും ഒരിക്കൽ ജീവിച്ചിരിക്കുന്ന എന്നെപ്പോലുള്ളൊരു മനുഷ്യന്റെ കഴിവല്ല, അത് ദേവതകളുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് തന്നെയാണ്. അങ്ങനെ മനുഷ്യനായ എനിക്കൊഴിപ്പിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് എത്തിയപ്പോൾ ആ സമയബന്ധിതമായിട്ട് അതിനെ ഞാൻ ഒഴിവാക്കി. ഞാനല്ല, എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പോയി അതിനെ ഒഴിവാക്കി. 90 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ പൂർണ്ണമായും ആ കുട്ടി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം പിന്നെ എൻ്റെ രൂപത്തിനൊക്കെ ഒരുപാട് മാറ്റം വന്നു. പിന്നെ അതൊന്നും ഉണ്ടായില്ല എന്നാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞോ മുന്നോട്ട് പോയോ എങ്ങനത്തെ എനിക്കറിയില്ല. പക്ഷെ എങ്കിലും പൂർണ്ണമായും അത് ഒഴിവാക്കി കൊടുത്തു. അത് പിന്നീട് ഒരിക്കലും ആ ശരീരത്ത് വരില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അത് വരാൻ സാധ്യതയില്ല, വരില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞത്, നമുക്ക് ഞാൻ പറഞ്ഞ ഒരു വാക്ക് തന്നെ ഞാൻ തിരുത്തുന്നു. അതിന് രൂപമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ എനിക്കൊരു നല്ല അനുഭവം ഇല്ലാത്തതുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ, എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട്, പ്രേതങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ആരും പേടിക്കരുത്. അതെനിക്കൊരു നിർബന്ധമുള്ള കാര്യമാണ്. കാര്യം നമുക്ക് പേടിക്കാൻ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റിനും നിത്യേന നടക്കുന്നുണ്ട്. ഒന്നും വേണ്ട, നമ്മൾ TV വെച്ച് നോക്കിയാൽ മതി. TV കാണുന്ന വാർത്തകളോ സീരിയലിലൊക്കെ കണ്ടാൽ മതി, നമ്മൾ പേടിച്ച് കിടുങ്ങിപ്പോവും. അപ്പൊ പിന്നെ ഈ പ്രേതത്തിന്റെ കൂടി റോള് അവിടെ ആവശ്യമില്ല, അതിന്റെ കൂടി ആവശ്യമില്ലാത്തതുകൊണ്ട് വെറുതെ പറഞ്ഞ് പേടിപ്പിക്കണ്ട എന്നുള്ളത്. അപ്പൊ പേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോ ആരും കാണണമെന്നില്ല. പേടിയുള്ളവർക്ക് ആ പേടി മാറ്റുവാനും അതെങ്ങനെയൊക്കെ നമുക്ക് ഈ പ്രേതം വന്നാൽ എങ്ങനെയൊക്കെ നമുക്ക് രക്ഷപ്പെടാമെന്നും ഏതു വഴിക്ക് പോയാലും അത് നമ്മളിലേക്ക് വരാതിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതും അതുപോലുള്ള സംഭവമാണ്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് ചുറ്റിനും ജീവിക്കുന്ന പലർക്കും ഉണ്ടാകുന്നുണ്ട്. നാളെ ഒരു കാലത്ത് നമുക്കും അതുണ്ടാകാം. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിൽ ആ സമയത്തിന് നമുക്കുണ്ടാകുന്ന വിശേഷ ബുദ്ധി കൊണ്ട് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും എന്നുള്ളതാണ്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയുന്നത്. അതിനേക്കാളും ഉപരിച്ച് പലരും ചോദിക്കുന്നതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. പലരും പറയുന്നുണ്ട്, എൻ്റെ വീഡിയോ വെയിറ്റിംഗ് എന്ന് പറയുന്നത് ഈ പ്രേത കഥകൾക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്നു, അത് ദിവസം ഓരോന്ന് ഇടണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒരുപാട് സമയം, അതിൻ്റെ എഡിറ്റിങ്ങിന്, ബാക്കി പോസ്റ്റിങ് കാര്യങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ 10 ദിവസമായി ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഡൽഹിയിൽ പൂജയ്ക്ക് പോയിട്ട് വന്നതാണ്. ഈ സമയത്തിനൊക്കെ നമ്മുടെ ലൈബ്രറിയിൽ പോലും സ്റ്റോക്ക് ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. എനിക്ക് ഉള്ളതൊക്കെ വെച്ച് ഷോട്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മളിതൊന്നും ഭയപ്പെട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. നമ്മൾ മനുഷ്യനുള്ളിടത്തോളം പ്രേതങ്ങൾ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഒരിക്കലും പ്രേതങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിവായി പോകുകയൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഒഴിവായി പോകുന്നില്ല. അതെപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. പക്ഷെ അതിനെ നമ്മൾ സധൈര്യം നേരിടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതേ കണക്ക് ഞാനിത് അവതരിപ്പിക്കാൻ കാര്യം, ഇപ്പൊ ഇതേ കണക്ക് സമാനമായിട്ടൊരു കേസ് ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിരിച്ച് യാത്രയിൽ വരുമ്പോഴത്തേക്കാണ് എനിക്ക് അവർ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്ത്. അതും ഇതേ കണക്ക് ഒരു സംഭവം ഉണ്ടാകുകയും ആ പെൺകുട്ടി ആ അവസ്ഥയിൽ തന്നെ വിവാഹമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സംഭവിച്ചത്, ആ വിവാഹം കഴിഞ്ഞ് അതിലൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിയിലേക്ക് ഈ ദോഷം വന്നിരിക്കുന്നു, ഈ ബാധ ആ കുട്ടിയിലേക്ക് കയറിയിരിക്കുന്നു. അതിൻ്റെ അവസ്ഥ വളരെ മോശമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആ കേസ് വന്നിരിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഭയപ്പെടാതിരിക്കുക. ഇതേ കണക്കുള്ള പേടിപ്പിക്കാത്ത സധൈര്യം മുന്നോട്ട് പോകൂ എന്ന് പറയുന്ന പ്രേത സംഭവങ്ങൾ, കഥകൾ, അത് മാത്രം നിങ്ങൾ കണ്ട് മുന്നോട്ട് പോവുക. അല്ലാതെ പേടിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈ പ്രേത കഥകളോ പ്രേത സീരിയലുകളോ ഒന്നും കാണരുത്. അതിൽ നിന്നും നമ്മൾ ധൈര്യം ആർജിക്കാനുള്ള ഒരു മനസ്സോടുകൂടി വേണം ഇതുപോലുള്ള സംഭവങ്ങൾ മുന്നോട്ട് പോകാൻ. കാരണം ഒന്നുകൂടി പറയാം, മനുഷ്യനുള്ളിടത്തോളം കാലം അവൻ്റെ അന്തരീക്ഷത്തിൽ പ്രേതങ്ങളും ഉണ്ടായിരിക്കും. ഇതിന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായി വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, നിബന്ധനകൾ തന്നെ എന്ന് പറയാം. നിബന്ധനകൾ ഞാൻ പറയുന്നുള്ളൂ, അത്ര കടുപ്പമൊന്നുമല്ല കേട്ടോ. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് നിങ്ങളെ വിളിച്ചാൽ മതി, നമുക്ക് നേരിട്ട് സംസാരിക്കാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമി ദോഷമോ അല്ലെങ്കിൽ ഇതേ കണക്കുള്ള പ്രേത ശല്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ അവിടെ നേരിട്ട് വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ തന്നെയാണ് വിളിക്കേണ്ടത്. അങ്ങനെ വിളിച്ചാൽ ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ അവിടെ വന്ന് കണ്ട്
അതിനെ പൂർണ്ണമായും ഒഴിവാക്കി തരികയും ചെയ്യാം. അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത്. അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് കൊണ്ട് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.